നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുപദേശം. സനാതനധർമ്മം പിന്തുടരുന്നവർ മരണാസന്നരായി കിടക്കുന്നവരുടെ അരികിലിരുന്ന് ചൊല്ലാറുള്ളതാണ് ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം. ഗീതയിലെ ഓരോ ശ്ലോകവും മനുഷ്യന് വിവേകത്തോടെ ജീവിച്ച് ശാന്തിയെ ഭുജിക്കുവാൻ സഹായിക്കുന്ന ഉപദേശങ്ങളാണ്. ഒപ്പം ഗുരു പറയുന്നത് പോലെ ആധ്യാത്മിക പാതയിലെ ചൂണ്ടുപലകകളുമാണ് ഈ ശ്ലോകങ്ങൾ. മരണസമയം നമുക്ക് നിശ്ചയമില്ലാത്തതിനാൽ മരണശേഷമാണ് മിക്കപ്പോഴും ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം ചൊല്ലാൻ അവസരം കിട്ടുന്നത്. ഏതായാലും മരിക്കുന്നവരെക്കാൾ കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത് ചൊല്ലുന്നവർക്കാണ്. ഈശ്വരനെ ചിന്തിച്ചും കൊണ്ട് മരിക്കുന്നവർ ഈശ്വരനിൽ തന്നെ എത്തിച്ചേരും. ഇക്കാര്യത്തിൽ സംശയമില്ലെന്നാണ് ഭഗവാന്റെ ഉദ്ഘോഷം. ഏതൊരു ഭാവത്തെ ചിന്തിച്ചും കൊണ്ട് മരിക്കുന്നുവോ, ഏതൊരു ദേവനെ സ്മരിച്ചും കൊണ്ട് ജീവൻ ഉപേക്ഷിക്കുന്നുവോ, ആ ജീവൻ അതാത് ഭാവത്തിൽ അതാത് ദേവനിൽ തന്നെ എത്തിച്ചേരുമെന്ന് പറയുന്നു. ചുരുക്കത്തിൽ മരണസമയത്തുള്ള ചിന്തയാണ് ഒരു ജീവൻ്റെ തുടർന്നുള്ള പ്രയാണത്തെ നയിക്കുന്നതെന്നാണ് ജഗദ്ഗുരുവായ ഭഗവാൻ ഉപദേശിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണല്ലോ പുനർജന്മസങ്കല്പം. ശരീരത്തിൻ്റെ പതനം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. ആ ജീവൻ തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പുനർജനിക്കുന്നു. എന്നാൽ ഈശ്വരനെ ചിന്തിച്ചും കൊണ്ട് ശരീരം വെടിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നില്ല. ആ ജീവൻ ഈശ്വരനിൽ തന്നെ എത്തിച്ചേരുന്നു എന്ന ഉറപ്പാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അന്ത്യനിമിഷത്തിൽ ഈശ്വരനെ ഓർക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നാണ് പലരുടെയും ചിന്ത. ഇന്ന് മിക്കവരും മരിക്കുന്നത് വളരെ അനിശ്ചിതമായ സങ്കീർണമായ സാഹചര്യത്തിലാണ്. വെന്റിലേറ്ററിൽ കിടന്ന് അബോധാവസ്ഥയിലാണ് പലരും മരിക്കുന്നത്. ആ സമയത്തുള്ള ചിന്തയെപ്പറ്റി നമുക്ക് യാതൊരു രൂപവുമില്ല. ആ സമയത്ത് എന്തെങ്കിലും ചിന്ത തന്നെ ഉണ്ടാകുമോ? അതും വ്യക്തമല്ല. അപ്പോൾ ഈശ്വരനെ ചിന്ത ചെയ്തു മരിക്കുക എന്നത് നടപ്പുള്ള കാര്യമല്ലല്ലോ എന്നതാണ് വിഷമം. ഭഗവാൻ നേരിട്ട് പറയുന്ന കാര്യമായതുകൊണ്ട് അസത്യമാകാനും വഴിയില്ലല്ലോ. എന്നാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സാഹചര്യങ്ങളൊക്കെ ഭഗവാന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഏതു സാഹചര്യത്തിൽ എങ്ങനെ മരിക്കുന്നു, ബോധത്തോടെ മരിക്കുന്നുവോ എന്നതൊക്കെ നമ്മുടെ കൈകളിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിനുള്ള ഒരേയൊരു പരിഹാരം ബോധം ഉള്ളതുവരെയുള്ള ചിന്ത ഈശ്വരോന്മുഖമാക്കുക എന്നത് മാത്രമാണ്. അതുവരെ ഈശ്വര സ്മരണ ചെയ്യുക. സത്യത്തിൽ ഈ ശ്ലോകത്തിൽ പരോക്ഷമായി ഭഗവാൻ പറയുന്നത് എപ്പോഴും ഈശ്വര സ്മരണ ചെയ്യൂ എന്നാണ്. കാരണം ജീവിതത്തിലുടനീളം ഈശ്വരനെ ഭജിക്കുന്ന ഒരാൾക്ക് മാത്രമേ അന്ത്യനിമിഷത്തിൽ ഈശ്വര സ്മരണ ചെയ്യാൻ കഴിയൂ എന്നതാണ് പരമാർത്ഥം. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാം കളേവരം യ പ്രയാതി സമദ്ഭാവം യാതി ന്യാസ്ത്യത്ര സംശയഃ. ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. യാതൊരുവൻ മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചും കൊണ്ട് ശരീരം വെടിയുന്നുവോ അവൻ എന്നെ തന്നെ പ്രാപിക്കും. ഇക്കാര്യത്തിൽ സംശയമില്ല. ശ്രീമദ് മഹാഭാഗവതത്തിൽ അജാമിളന് മോക്ഷം കിട്ടിയ കഥ വളരെ പ്രസിദ്ധമാണല്ലോ. യുവാവായ അജാമിളൻ അധാർമിക കർമ്മങ്ങൾ അനവധി ചെയ്തുകൂട്ടി. എന്നിരുന്നാലും അവസാന നിമിഷത്തിൽ നാരായണ എന്നു പേരുള്ള മകനെ വിളിക്കുന്നു. ഇഹലോകവാസം വെടിയുന്നു. മനഃപൂർവ്വമായിരുന്നില്ല. എങ്കിലും മരണസമയത്ത് ഈശ്വരനാമം ഉച്ചരിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി. പക്ഷേ അജാമിളനുണ്ടായ അനുഭവം എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. ഈശ്വരനാമം ഉരുവിടുന്നതിൻ്റെ മഹത്വം എടുത്തു കാണിക്കുന്ന ഒരു കഥയായിട്ട് മാത്രമേ നമുക്കിതിനെ സ്വീകരിക്കാൻ കഴിയൂ. അജാമിളിനെ അന്ധമായി ഉദാഹരണമാക്കിയ ഒരാളുടെ അനുഭവം അമ്മ പറയാറുണ്ട്. ഒരു കച്ചവടക്കാരൻ തൻ്റെ 4 മക്കൾക്കും ഭഗവാന്റെ നാമധേയങ്ങൾ കൊടുത്തു.
കൃഷ്ണ, ഗോവിന്ദ, മാധവ, മുരാരേ എന്നിങ്ങനെ. കച്ചവടത്തിൽ മുഴുകി കാലം കടന്നുപോയി. ഒടുവിൽ അദ്ദേഹം മരണശൈലിയിൽ കിടന്നും കൊണ്ട് ഉറക്കെ വിളിച്ചു, കൃഷ്ണ, ഗോവിന്ദ, മാധവ, മുരാരേ. 4 മക്കളും ചുറ്റും വന്നു നിന്നു. എല്ലാവരെയും ഒരുമിച്ചു കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ 4 പേരും ഇവിടെയാണെങ്കിൽ കടയിൽ ആരാണുള്ളത്? ഇത് പറയുകയും ശരീരം വെടിയുകയും ഒരുമിച്ചായിരുന്നു. അജാമിളനെ പോലെ അന്ത്യനിമിഷത്തിൽ ഈശ്വരനാമം ഉച്ചരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ കച്ചവടമായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാന നിമിഷം ചെപ്പടി വിദ്യയിലൂടെ ഈശ്വരനാമം ഉച്ചരിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ അത് നടപ്പുള്ള കാര്യമല്ല. മറിച്ച് ജീവിതത്തിലുടനീളം ഈശ്വരസ്മരണ നിലനിർത്തുന്ന ഒരാൾക്ക് മാത്രമേ അന്ത്യനിമിഷത്തിലും ഈശ്വരനെ ഓർക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം. എപ്പോഴും ഈശ്വര ചിന്തയുള്ള ഒരുവന് കാമക്രോധാദി വികാരങ്ങൾ വളരെ വിരളമായിരിക്കും. ആ മനസ്സിൽ ശാന്തിയും സമാധാനവും കളിയാടും. അവസാന നിമിഷം എത്തിയാലും ഈശ്വരസ്മരണയോടെ ശരീരം വെടിയാനും ഈശ്വരനിൽ എത്തിച്ചേരാനും അത് വഴിയൊരുക്കും. അതുകൊണ്ടാണ് ഇത് മരിക്കുമ്പോൾ ശ്രവിക്കേണ്ടതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹൃദിസ്ഥമാക്കേണ്ട ആശയമാണെന്ന് പറയുന്നത്. അന്ധകാലം എന്നാൽ ആത്യന്തികമായ അന്ത്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ശരീരത്തിൻ്റെ അന്ത്യം മാത്രമാണ്. അമ്മ പറയുന്നത് പോലെ ഒരു വാചകം എഴുതി കുത്തിടുന്നത് അടുത്തത് തുടങ്ങാനാണ്. അതുപോലെ ജീവൻ ഒരു തുടർച്ചയുണ്ട്. അതുപോലെ തന്നെ അന്ത്യകാലത്തിലും ഭഗവാനെ സ്മരിക്കൂ എന്നതിൻ്റെ അർത്ഥം എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, അന്ത്യകാലത്തിലും സ്മരിക്കുക എന്ന് അർത്ഥം കിട്ടും. സർവകാലത്തിലും ഭഗവാനെ തന്നെ സ്മരിച്ചും കൊണ്ട് കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക. അനന്യഭക്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദേവനെ പൂജിച്ചിട്ട് മറ്റൊരു ദേവനെ ആരാധിച്ചില്ലെങ്കിൽ ആ ദേവൻ കോപിക്കുമെന്നും മറ്റും വിചാരിക്കുന്നത് പ്രാകൃതമായ ചിന്തയാണ്. എൻ്റെ ആരാധ്യ ദേവനിൽ എല്ലാ ദേവീദേവന്മാരും കുടികൊള്ളുന്നു എന്ന ഭാവത്തിലുള്ള ഏകമായ നിരതിശയമായ ഭക്തിയാണ് ആവശ്യം. അപ്പോഴാണ് അന്ധകാലത്ത് ഇഷ്ടദേവനെ സ്മരിക്കാൻ കഴിയുന്നത്, ഈശ്വര ചിന്ത ചെയ്യാൻ കഴിയുന്നത്. നാശരഹിതനായ ആത്മാവിനെക്കുറിച്ചും മറ്റും മരണസമയത്ത് ശ്രവിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. ജീവന് ആയാസമില്ലാതെ ശാന്തമായി ശരീരം വെടിയാൻ അത് ഉപകരിക്കുന്നു. കൂടാതെ ശ്രവിച്ച തത്വങ്ങളൊക്കെ അടുത്ത ജന്മത്തിൽ പ്രയോജനപ്പെടുകയും ചെയ്യും. ശരീരത്തോടുള്ള ബന്ധം മൂലം മരിച്ചതിനു ശേഷവും ജീവാത്മാവ് കുറച്ചുനാൾ ആ അന്തരീക്ഷത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് മരണശേഷം നമ്മൾ ഭഗവത്ഗീത ചൊല്ലിയാലും ജീവൻ അതൊക്കെ ശ്രവിക്കും. ആ ജീവൻ്റെ സംസ്കരണത്തിനും ഊർധ്വഗതിക്കും അത് ഉപകരിക്കും. ചൊല്ലുന്നവർക്കും അതൊരു മനനമായി തീരുന്നു. എപ്പോഴും ഈശ്വരസ്മരണയോടെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മരണത്തിലും ഈശ്വരനെ സ്മരിച്ച് ആ പരമപദം പോകാൻ നമുക്ക് കഴിയട്ടെ. ഹരി ഓം നമഃ ശിവായ.